അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സിഹർ ബാധിച്ചവരെ കുറിച്ചാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് സിഹർ ബാധ എന്നുള്ളത്. സിഹർ എന്നുള്ളത് സത്യമാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ സിഹർ ബാധിക്കുകയോ ബാത്തിലാകുകയോ ഇല്ല. സിഹർ ചെയ്യുന്നവരെ കുറിച്ച് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഹർ ബാധിച്ചു എന്ന് പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വസ്വാസ്, അതായത് പൈശാചികപരമായിട്ടുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാച് പല കാര്യങ്ങളും ചെയ്യും. കാരണം സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് പരമല്ലാത്ത രീതിയിൽ, പരമായ രീതിയിലല്ലാതെ തെറ്റായ രീതിയിലൂടെ സിഹർ ബാത്തിലാക്കാനെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ സമീപിച്ച് നിങ്ങളെ ഈമാനും മറ്റുമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് പിശാചിൻ്റെ ഒരു കുതന്ത്രവുമാവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സിഹർ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ സാമ്പത്തിക തകർച്ചകൾ, കച്ചവടത്തിൽ തകർച്ച, പിന്നെ ജോലി നഷ്ടപ്പെട്ടു പോവുക, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ പെടുന്നതിന് ഉണ്ടാകുമ്പോൾ നിങ്ങൾ കരുതും, അല്ലെങ്കിൽ സ്ഥിരമായിട്ടിങ്ങനെ നിങ്ങൾക്കിങ്ങനെ അനുഭവപ്പെടുക. അപ്പോൾ നിങ്ങൾ കരുതും സിഹറാണ്, അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള മറ്റു കാര്യങ്ങളായിരിക്കും. എന്തൊക്കെ തന്നെയായാലും സിഹർ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കരുത്, ഒരിക്കലും മറ്റുള്ളവരെ സമീപിച്ചിട്ട് നിങ്ങൾ എന്താക്കരുത്, ചികിത്സ തേടരുത്. സിഹർ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ ശരണം പ്രാപിക്കുക. അള്ളാഹും റസൂലും പഠിപ്പിച്ച രീതിയിൽ സിഹർ ബാത്തിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സമീപിച്ചിട്ട് അവർ പറയുന്ന കർമ്മങ്ങളും കാര്യങ്ങളും പൂജകളും ചെയ്തിട്ട് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തി നിങ്ങൾ സാമ്പത്തികപരമായിട്ട് തകരും. നിങ്ങൾക്കവിടെ നഷ്ടം രണ്ടാണ്. നിങ്ങൾ ഈമാനും പോകും, സമ്പത്തും പോകും, ചിലപ്പോൾ മാനവും പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഖുർആനിക വചനങ്ങൾ കൊണ്ട് സിഹർ ബാത്തിലാക്കാൻ ശ്രമിക്കുക. അത് ഏതൊക്കെയാണെന്ന് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈൻ, അതായത് ഫലക്കും നാസും, ഈ സൂറത്തുകൾ പതിവായിട്ട് രാവിലെയും വൈകുന്നേരവും ഓതി മന്ത്രിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ സിഹറും അള്ളാഹു ബാത്തിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ സിഹർ ബാധ ഏറ്റിട്ടുള്ളവർ ആ രീതിയിൽ മന്ത്രിച്ചിട്ട് അവർ തന്നെ സ്വയം ചികിത്സിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരൊക്കെയെങ്കിലും കൊണ്ട്, അതായത് വീട്ടിൽ സ്വയം ചികിത്സിക്കാൻ അറിയാത്തവർ, ഓതാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആരുടെയെങ്കിലും സ്വയം ചികിത്സിക്കാൻ, അതായത് സ്വയം ഓതാൻ അറിയാത്തവർ വീട്ടിലുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാവുന്നതാണ്. അല്ലാതെ മറ്റുള്ളവരെ സമീപിച്ചിട്ട് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.